ആരാധനാക്രമത്തിൽ സമവായം ഏർപ്പെടുത്തിയപ്പോഴും ഏകീകൃത കുർബാന കാണാൻ വിശ്വാസികളുടെ തിക്കും തിരക്കുമാണ് ഓരോ പള്ളിയിലും കാണാൻ കഴിഞ്ഞത്. സഭയുടെ ആരാധനാക്രമ പൈതൃകം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള വൈദികർക്ക് അവരുടെ കർമ്മം ചെയ്യാൻ പൂർണ്ണമായും കഴിയുന്നില്ല. പക്ഷെ എന്ത് പ്രതികൂലങ്ങൾ ഉണ്ടായാലും സഭയോടൊപ്പം ഉറച്ചു നിന്ന് വിശ്വാസികൾക്കാണ് ഏകീകൃത കുർബാന നൽകുന്ന വൈദികരാണ് ഭൂരിപക്ഷം പേരും. പലരും വിമത ഗുണ്ടകളെ പേടിച്ചാണ് ഏകീകൃത കുർബാന ഇത്രയും നാളും ചൊല്ലാതിരുന്നത്. ഈ സമവായത്തിലൂടെ അവർക്ക് ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ കിട്ടിയ അവസരം അവർ നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുന്നു. വളരെ സന്തോഷത്തോടെയാണ് വിമത ഗുണ്ടകളോടൊപ്പം നിന്ന പല വൈദികരും ഏകീകൃത ബലി അർപ്പിച്ചത്. മാർപ്പാപ്പ അംഗീകരിച്ച രീതി ഇന്നും ഇല്ലിസിറ്റ് എന്നും ഈ സഭാ സിനഡ് പറഞ്ഞത്. ഒരേപോലെ പിന്തുടരാൻ വിധിക്കപ്പെട്ട വൈദികരുടെ ഇപ്പോഴത്തെ നിസ്സഹായാവസ്ഥ വളരെ പരിതാപകരമാണ്. എറണാകുളം അതിരൂപതയിലാണ് ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. ഇവിടെയാണ് രണ്ട് ആരാധന രീതി പിന്തുടരാൻ സഭയുടെ ഔദ്യോഗിക പഠനത്തോടൊപ്പമുള്ള വൈദികർ നിർബന്ധിക്കപ്പെടുന്നത്. രണ്ട് ആരാധന രീതി പിന്തുടരാൻ തീരുമാനമെടുത്തത് ഈ സഭയിലെ മെത്രാന്മാരും. അതിൻ്റെ ദുരൂഹത ഇനിയും വെളിപ്പെട്ടിട്ടില്ല. ആരാധനാക്രമത്തിന്റെ സംരക്ഷകനെന്നും സൂക്ഷിപ്പുകാരനെന്നും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്ന മെത്രാന്മാർ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല മെത്രാന്മാരും ഇപ്പോൾ തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ആരാധനാക്രമത്തിന്റെ സംരക്ഷകനും സൂക്ഷിപ്പുകാരനും മെത്രാന്മാരാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ അങ്ങനെ പഠിപ്പിക്കുന്നു. തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭയിലെ ദൈവാരാധനപരമായ ജീവിതം മുഴുവൻ്റെയും ഭരണകർത്താക്കളും പരിപോഷകരും സംരക്ഷകരും മെത്രാന്മാർ തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മീയമായി 100% സഭാ പഠനത്തോടൊപ്പം നിൽക്കുന്ന വൈദികർക്ക് ശാരീരികമായി സഭാ പഠനത്തോടൊപ്പം നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വളരെ ദയനീയം തന്നെ. ആരാധനാക്രമത്തിൽ സമവായമെങ്കിൽ അത് എങ്ങനെ ഒരു സഭ ആകുമെന്ന് ചോദിക്കുന്ന വൈദികരും എറണാകുളത്തുണ്ട്. ഒന്നിൽ കൂടുതൽ ആരാധന രീതി പിന്തുടരുന്ന സഭയുടെ ആരാധനാക്രമ വ്യക്തിത്വം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ഒരു വൈദികൻ പങ്കുവച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് സമവായം രണ്ട് ആരാധനാ രീതിയിൽ ഒതുക്കുന്നുവെന്ന് ചോദിക്കുന്നവരുമുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആരാധനാ രീതി തുടരാൻ എന്താണ് തടസ്സമെന്നാണ് ചില വൈദികരുടെ അഭിപ്രായം. ആരാധനാക്രമത്തിൽ സമവായ നിലപാട് സ്വീകരിച്ച മെത്രാന്മാർ ഇതിന് ഉത്തരം നൽകുക തന്നെ വേണം.